everyone, it's me, your dietitian Jeffrey. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹെൽത്ത് പ്രോബ്ലം മൈഗ്രെയിനെ കുറിച്ചാണ്. നമുക്കറിയാം പല ഇൻറ്റൻസിറ്റിയിലായിട്ട് വിട്ടുമാറാതെ വരുന്ന തലവേദനയ്ക്കാണ് നമ്മൾ ആക്ച്വലി ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. ഈ മൈഗ്രെയിൻ യൂഷ്വലി നമുക്ക് ട്രിഗർ ആവുന്ന ബേസിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന സൗണ്ട്, അതും ഈ അൺകൺട്രോളബിൾ ആയിട്ട് വരുന്ന സൗണ്ടാണ് ബേസിക്കലി എഫക്റ്റഡ് ആവുന്നത്. ഇതേപോലെ തന്നെയാണ് ലൈറ്റ്, അത് ഈവൻ സൺലൈറ്റ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് സോഴ്സസിൽ നിന്ന് വരുന്ന ലൈറ്റ് ആകാം. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ്. ഇതേപോലെ തന്നെ അടുത്തൊരു മെയിൻ ഫാക്ടറാണ് ഫുഡ്. ഈ ഫുഡിൻ്റെ കാര്യത്തിൽ പലരും അത് കൺസിഡർ ചെയ്യാറില്ല. പലർക്കും അറിയത്തില്ല ഫുഡ് കാരണവും ഈ മൈഗ്രെയിൻ ട്രിഗർ ആകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് എന്ന്. അപ്പോൾ ഈ ഫുഡിൻ്റെ കേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മൈഗ്രെയിൻ ഉള്ള ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത്. ഫുഡിൻ്റെ കേസിൽ ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ആൽക്കഹോളിക് കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ പരമാവധി അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആൽക്കഹോൾ ഇൻടേക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നു. ഇതിലൂടെ നമുക്ക് മൈഗ്രെയിൻ ട്രിഗർ ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി അടുത്തതാണ് കഫീൻ കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന ഫുഡ് ഐറ്റംസ്. ബേസിക്കലി അറിയാം, നമ്മൾ എടുക്കുന്ന ടീയും കോഫിയും കഫീൻ്റെ അളവ് കൂടിയാലും പ്രശ്നമാണ്, പെട്ടെന്ന് നിർത്തിയാലും മൈഗ്രെയിൻ ട്രിഗർ ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി അടുത്തൊരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നതാണ് നമ്മൾ എടുക്കുന്ന ഫ്രോസൺ ഫുഡ് ഐറ്റംസ്. പ്രത്യേകിച്ച് ഈ മൈഗ്രെയിൻ ഉള്ള ആളുകൾക്ക് ഒത്തിരി തണുത്ത ഭക്ഷണം എടുക്കുന്നത് ഓട്ടോമാറ്റിക്കലി മൈഗ്രെയിൻ ട്രിഗർ ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം തണുത്ത ഫോമിലുള്ള ഐസ്ക്രീമുകൾ അല്ലെങ്കിൽ ഫ്രോസൺ ഡെസേർട്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ മൈഗ്രെയിൻ വേഴ്സ് ആക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി ഇതേപോലെ തന്നെയാണ് MSG കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ. നമുക്കറിയാം മോണോസോഡിയം ഗ്ലൂട്ടാമൈറ്റ്. ഈ സോഡിയം സോൾട്ട് ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ പ്രസൻറ്റഡ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ മൈഗ്രെയിൻ ഇഷ്യൂസസ് കൂടാനുള്ള ചാൻസസ് വളരെ കൂടുതൽ. ഇനി അടുത്ത ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് കമ്പോണന്റ് എന്ന് പറയുന്നതാണ് പ്രോസസ്ഡ് മീറ്റ്. നമുക്കറിയാം പല പ്രോസസ്സിങ് ഫോമിൽ കൂടെ വരുന്ന മീറ്റ്, പ്രത്യേകിച്ച് നമുക്കറിയാം ക്യൂറിങ് പ്രോസസ്സിൽ കൂടെ അണ്ടർഗോ ചെയ്യുന്ന മീറ്റ് എടുക്കുന്നത് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി ഇതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് സോൾട്ട് കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ. പ്രത്യേകിച്ച് സോൾട്ട് ഒരു ബ്രൈൻ സൊല്യൂഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന ഫുഡ് ഐറ്റം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെയാണ് സോൾട്ടഡ് ആയിട്ടുള്ള ഫിഷും പിക്കിൾസും ഒക്കെ എടുക്കുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഫുഡിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ചെയ്യുന്ന എക്സസൈസും വർക്കൗട്ട്സ് ഒക്കെ. പെട്ടെന്നൊരു വർക്കൗട്ട് റുട്ടീനിലോട്ട് ജമ്പ് ഓൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിലോട്ടൊക്കെ പോകുന്നത് മൈഗ്രെയിൻ ഇഷ്യൂസസ് ഉള്ള ആളുകൾക്ക് ഇത് ട്രിഗർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം മൈഗ്രെയിൻ ഉള്ള ആളുകൾ ശ്രദ്ധിച്ച് മാത്രം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.